അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഓപ്പണിംഗ് സീനിനെ പറ്റി ഒരുപാട് റൂമേഴ്സും ലീക്സും തിയറീസും ഒക്കെ ഇന്റർനെറ്റിൽ കറങ്ങി നടക്കുന്നുണ്ട്. ആ റൂമേഴ്സിലും ലീക്സിലും തിയറീസിലും ഒക്കെ നമ്മൾ കൂടുതലും കേട്ടതും വായിച്ചതുമെല്ലാം ടോബി മാഗ്വയറിന്റെ സ്പൈഡർമാനെ പറ്റിയാണ്. അതായത് ടോബി മാഗ്വയറിന്റെ സ്പൈഡർമാൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഓപ്പണിംഗ് സീനിൽ ഉണ്ടാകുമെന്ന്. മാത്രമല്ല അദ്ദേഹത്തിന്റെ യൂണിവേഴ്സ് ഇൻകർഷൻ ഉണ്ടായിട്ട് നശിക്കപ്പെടുമെന്ന്. സോ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഓപ്പണിംഗ് സീനിനെ പറ്റി കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ട്രെയിലേഴ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അതേപോലെ പ്ലോട്ട് ലീക്സും തിയറീസിനെ പറ്റിയുമൊക്കെ ഞാൻ മുൻപ് പല വീഡിയോസും ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുവാൻ ശ്രമിക്കുക. സോ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പപ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ തുടക്കത്തിൽ ടോബി മാഗ്വയറിന്റെ സ്പൈഡർമാനെ ഇല്ലാതാക്കാനും അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിനെ നശിപ്പിക്കാനുമായിട്ട് ഡെഡ്പൂളും വോൾവറിനും എത്തുന്നു. പിന്നീട് നമ്മൾ ഏറെ കാത്തിരുന്ന ഒരു എപ്പിക് ലെജൻഡറി ബാറ്റില് ടോബി മാഗ്വയറിന്റെ സ്പൈഡർമാൻ യൂണിവേഴ്സിൽ അരങ്ങേറും. ടോബി മാഗ്വയറിന്റെ സ്പൈഡർമാനും വോൾവറിനും തമ്മിലുള്ള ആ ഒരു പോരാട്ടം, ഈ ഒരു പോരാട്ടം ഒന്നൊന്നര പോരാട്ടമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അവർ തമ്മിലുള്ള പോരാട്ടത്തിന്റെ അവസാനം വലിയൊരു ട്രാജഡി തന്നെ സംഭവിക്കും. അതായത് വോൾവറിന്റെ കൈയാൽ ടോബി മാഗ്വയറിന്റെ സ്പൈഡർമാൻ മരണപ്പെട്ടേക്കാം. ടോബി മാഗ്വയറിന്റെ സ്പൈഡർമാൻ ആണ് അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിലെ ആങ്കർ ബീയിങ് എങ്കിൽ അദ്ദേഹം മരണപ്പെടുന്നതോടെ അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിൽ ഇൻകർഷൻസ് ഉണ്ടാവുകയും ആ യൂണിവേഴ്സ് നശിക്കപ്പെടുകയും ചെയ്യുമായിരിക്കാം. ഒരുപക്ഷെ ആ ഇൻകർഷനെ ഡെഡ്പൂളും വോൾവറിനും സ്പൈഡർമാനും സർവൈവ് ചെയ്യുമായിരിക്കാം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഓപ്പണിംഗ് സീനിൽ ഇവരെ കാണിക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് സംഭവിക്കുന്ന കഥയുടെ മറ്റ് സന്ദർഭങ്ങളിലൊന്നും ഡെഡ്പൂളിനെയോ വോൾവറിനെയോ സ്പൈഡർമാനെയോ നമുക്ക് കാണുവാൻ സാധിക്കില്ല. എന്നാൽ പിന്നീട് ഇവരെ നമ്മൾ കാണാൻ പോകുന്നത് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിലായിരിക്കും. അവര് മാത്രമല്ല, അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തതോ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കുറവ് കിട്ടുന്ന ക്യാരക്ടേഴ്സിനെയൊക്കെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിലാകാം നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ടോബി മാഗ്വയറിന്റെ സ്പൈഡർമാൻ യൂണിവേഴ്സ് എന്തായാലും നശിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. എക്സ്മെൻ എന്ന ടീമും ഇൻകർഷൻസിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻകർഷൻസ് കാരണമുണ്ടായ സെന്റിനൽസിനോടും ഡൂം ബോട്ടുകളോടും ഒക്കെ പോരാടി ഇൻകർഷൻസിനെ തടയാൻ ശ്രമിക്കുന്ന എക്സ്മെനെ വളരെ ടയേർഡ് ആയിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ടോബി മാഗ്വയറിന്റെ സ്പൈഡർമാൻ മരണപ്പെട്ടാലും മറ്റേതെങ്കിലും സൂപ്പർ ഹീറോസ് മരണപ്പെട്ടാലും ഒരുപക്ഷെ അതൊക്കെ അവരുടെ വേരിയൻസ് മാത്രമായിരിക്കാം. കാരണം ഈ ഇടയ്ക്ക് വന്ന റൂമറാണ് നമ്മുടെ ഹെയ്ലി അറ്റ്വെല് പെഗി കാർട്ടർ ആയിട്ടും ക്യാപ്റ്റൻ കാർട്ടർ ആയിട്ടും മാത്രമല്ല ക്യാപ്റ്റൻ കാർട്ടറിന്റെ പല വേരിയന്റ് ആയിട്ടും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലോ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിലോ അപ്പിയർ ചെയ്യുമെന്ന്. അതേപോലെ തന്നെയാണ് ക്രിസ് ഇവാൻസിന്റെ കാര്യവും. ക്രിസ് ഇവാൻസിന്റെ സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്ക റിട്ടേൺ ചെയ്യുമെന്ന് കൺഫേം ആയതാണ്. പിന്നെ ഓൾഡ് മാൻ ആയ സ്റ്റീവ് റോജേഴ്സ്, ക്യാപ്റ്റൻ ഹൈഡ്ര എന്ന വേരിയന്റ്, ഇവരെല്ലാം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ അപ്പിയർ ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. ക്രിസ് ഇവാൻസിന്റെ ക്യാപ്റ്റൻ അമേരിക്കയുടെ പല വേരിയൻസിന് ഇവിടെ അപ്പിയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ടോബി മാഗ്വയറിന്റെ സ്പൈഡർമാൻ വേരിയൻസിനും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലോ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിലോ അപ്പിയർ ചെയ്യാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതായത് ഒരുപക്ഷെ ടോബി മാഗ്വയറിന്റെ സ്പൈഡർമാൻ മരണപ്പെടുന്നതായിട്ട് കാണിച്ചേക്കാമെങ്കിലും ആ മരണപ്പെട്ടു പോകുന്ന ക്യാരക്ടർ അദ്ദേഹത്തിന്റെ വേരിയന്റ് ആയിരിക്കാം. സോ ഗൈസ്, ഇത്രയുമൊക്കെയാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഈ ഒരു ഓപ്പണിംഗ് സീനിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ പറ്റിയുള്ള നിങ്ങളുടെ ഫാൻ തിയറീസും ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.